ആരാ നിങ്ങളൊക്കെ? ആദ്യം താൻ ആരാണെന്ന് പറ. ഞാൻ ഇവിടുത്തെ കാര്യസ്ഥനാ. നിങ്ങക്ക് എന്താ വേണ്ടത്? അതെന്തിനാ താൻ അറിയുന്നേ? എന്നോട് എതിർക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി വാടാ എരപ്പാളി. തന്തക്ക് പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാടാ. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. അയ്യോ സുന്ദര, നീ വല്ലാതെ പേടിച്ചിരിക്കുന്നു. ഞാനില്ലേ, ധൈര്യമായിട്ടിരിക്കെ. മുമ്പിൽ നടക്കുവോ? അപ്പൊ ഇങ്ങനെയൊക്കെ കയറാൻ നിനക്ക് അറിയാതെ നീ പോയില്ലേ? രാവിലത്തെ ബെഡ് കോപ്പിയും കൂടി തന്നിട്ട് യാത്ര പറഞ്ഞ് പോകാൻ കരുതി നിന്നതാ. എന്നാ കോപ്പി അവിടെ വെച്ചിട്ട് പോ. എന്ത് ചെയ്യാനാ, ഇങ്ങനെയായി പോയി. സഹകരിച്ചതിന് എല്ലാവർക്കും നന്ദി. എന്നെ പുറത്താക്കൊന്നും വേണ്ട. ഇവിടുത്തെ ഗേറ്റ് അടച്ചാലും എന്റെ മുമ്പിൽ വേറെ പല ഗേറ്റുകളും മറക്ക തുറക്കും. അച്ഛനും മക്കളും വെച്ച പടക്കൊന്തേ പൊട്ടിയില്ലേ? രാവിലെ ഇല്ലത്തുനിന്ന് ഇറങ്ങുമ്പോ നെല്ലൂർമനെ കാറ്റത്ത് ധൂളിയാക്കി പറത്തിക്കളയാമെന്ന് വ്യാമോഹിച്ചു അല്ലേ? എന്താണെന്ന് അറിയില്ലേ ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിട്ടാവും. അല്ലെങ്കിലും ഞാനിവിടെ വന്നപ്പോ മുതല് റോസ് എന്നെ വിട്ടിട്ട് പീഡിപ്പിക്കല്ലേ. ഇങ്ങനെ ഇറക്കി വിടും എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് പിടിക്കുന്ന എനിക്ക് ഇഷ്ടമാ. എന്റെ ഫുൾ നോട്ടം ഇനി ഇങ്ങോട്ടായിരിക്കും. ഞാൻ ആലോചിക്കുന്നതേ, നമുക്ക് എല്ലാവർക്കും കൂടി അവന്മാരുടെ അടുത്തേക്ക് അങ്ങ് പോയാലോ? എന്നിട്ട് അങ്ങ് തുടങ്ങാം. എന്നിട്ട് ഊരി പോരല്ലോ ഈ നടനം വെച്ച്. പക്ഷെ ഒരു കാര്യം, ഈ ഒരു കാര്യത്തിലെങ്കിലും നമ്മൾ പരസ്പരം പാര വെക്കരുത്. സമ്മതിച്ചോ? സമ്മതിച്ചു. എന്നാലും എന്റെ ഈശോയെ, ഞങ്ങളുടെ അധ്വാനത്തിന് ഒരു വിലയും കൽപ്പിച്ചില്ലല്ലോ നീ. പണ്ടി